ഞങ്ങൾ ഈ യാത്ര ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളൊരു ധാരണ, കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ, ചില ഗ്രാമപ്രദേശങ്ങളിൽ, ചില ഒറ്റപ്പെട്ട നഗരോരങ്ങളിലൊക്കെ കുറേ കുട്ടികൾ, കുറേ പ്രായമായ ആളുകളൊക്കെ തന്നെ രാസലഹരി എന്നുള്ള പുതിയ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമായിരുന്നു. എന്നാൽ ഈ യാത്ര 2-3 ജില്ലകൾ പിന്നിട്ടപ്പോൾ നമുക്ക് മനസ്സിലായി, കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഇത് പടർന്നു കഴിഞ്ഞു. വളരെ വളരെ വ്യാപകമാണ്. സ്കൂൾ വരാന്തകളിൽ, ചെറിയ ചെറിയ മിഠായികളിൽ, കൂൾ പോലെയുള്ള, അതല്ലെങ്കിൽ ഈ വേറെ ഏതെങ്കിലും ചെറിയ ചെറിയ മിഠായികളുടെ രൂപത്തിൽ ലഹരി പദാർത്ഥങ്ങൾ കുട്ടികളെ തേടി വന്നു തുടങ്ങി. വാത്സല്യത്തോടെ വഴിയിൽ പിടിച്ചു നിർത്തി, മോളൊരു മിഠായി കഴിച്ചോ, പരീക്ഷയ്ക്ക് ഒരുപാട് മാർക്ക് കിട്ടാൻ എളുപ്പമാണ്. മാത്രമല്ല, ഞങ്ങൾ ഈ പോയ ഒരു സ്ഥലത്ത് ഒരാൾ എന്നോട് പറഞ്ഞത്, അവിടുത്തെ കുട്ടികളെ കൂടുതലും അഡിക്റ്റാക്കിയത് പരീക്ഷ എഴുതാൻ കൂടുതൽ കരുത്ത് കിട്ടും, തലച്ചോറ് ഇങ്ങനെ വികസിച്ച് വരും ഈ മിഠായി കഴിച്ചാൽ എന്നാണ്. അങ്ങനെ കുട്ടികൾ ഒരു മിഠായി കഴിച്ച്, 2 മിഠായി കഴിച്ചു, എല്ലാ പരീക്ഷയ്ക്കും ഇങ്ങനെ കഴിച്ച് ഒരു 8 തവണ കഴിച്ചപ്പോൾ കുട്ടികൾ അഡിക്റ്റായി. മാത്രമല്ല, ഒരു വീട്ടമ്മയെ ഞാനിപ്പോൾ കണ്ടുമുട്ടി. അവർ പറയുന്നത് അവരുടെ 2 കുട്ടികളെ പോലും ഇങ്ങനെ മിഠായി കൊടുത്ത് പരീക്ഷയ്ക്ക് വൈഭവം ഉണ്ടാക്കാൻ വേണ്ടി, കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടി കുറുക്കു വഴിയായിട്ട് ഈ മിഠായി കൊടുത്ത് അഡിക്റ്റാക്കി കളഞ്ഞെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ, ലോകത്ത് ഒരു ലഹരിക്കും, അധ്വാനമല്ലാതെ ഒരു ലഹരിക്കും നമ്മുടെ തലച്ചോറിനെ ഒന്ന് ഷാർപ്പാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെയൊക്കെ നിർമ്മാണം ആ രീതിയിൽ, ഇത് കർത്താവ് പണിഞ്ഞപ്പോൾ കർത്താവ് വളരെ ആലോചിച്ച് പണിഞ്ഞതാണ്. ഇവിടെ ചെവിക്കൊരു കിഴുത്തലിട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് ഈ കിഴുത്തലേക്കൊരു ഒരു 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 ജോലി വെച്ചിട്ടുണ്ട്. അതല്ലാതെ വേറൊരു ജോലി ഈ കിഴുത്തലേക്കകത്ത് നമ്മൾ ഇടിച്ചു കയറ്റിയാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് കഞ്ചാവ് കുടിച്ചാൽ, ചില ആൾക്കാർ, ചില നടന്മാരുണ്ട്, നമ്മുടെ മലയാള സിനിമയിലേക്ക് ചില അറിയപ്പെട്ട നടന്മാരൊക്കെ അത്യാവശ്യം കഞ്ചാവ് വലിച്ചിട്ട് ചില രംഗങ്ങൾ അഭിനയിക്കുന്നുവെന്ന് അവർ തന്നെ പറയുന്നു. അപ്പോൾ അതിലൊരു കഞ്ചാവ് കുടിയനോട് ഞാൻ ചോദിച്ചു, എൻ്റെ കുടിയാ, ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, എൻ്റെ അഭിനയശേഷി മുഴുവൻ അങ്ങോട്ട് പുറത്തെടുക്കണമെങ്കിൽ ഈ കഞ്ചാവ് വലിച്ചങ്ങോട്ട് കയറ്റണമെന്നാണ് പറഞ്ഞത്. നിങ്ങളോട് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം വെച്ചിട്ട് പറയാം, കഞ്ചാവ് ഉപയോഗിച്ചത് കൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ അഭിനയശേഷി വർദ്ധിക്കാൻ പോകുന്നില്ല. അത് വെറുതെ നമ്മുടെ തോന്നലാണ്. നമുക്ക് ചില പുതിയ വിശ്വാസമുണ്ട്. ഇപ്പം നമ്മൾ ചില ആൾക്കാരുണ്ട്, രാവിലെ അമ്മയും ഉമ്മയും കാണാൻ കാല് തൊട്ടൊന്ന് വന്ദിച്ചു പോയ കാര്യം നടക്കുമെന്നൊരു ധാരണയുണ്ട്. നമ്മൾ വന്ദിച്ചു പോയാൽ നമ്മുടെ ആത്മവിശ്വാസം ഒന്ന് കൂടും. ചിലപ്പോൾ 10 തവണ നടന്ന് കാണും, 15 തവണ നടക്കാതെയും കാണും. നടന്ന തവണ നമ്മൾ കൂടുതൽ ഓർമ്മിക്കും. അത്രമാത്രമേ ഉള്ളൂ. ആ ആത്മവിശ്വാസം ഒന്ന് ഷാർപ്പൻ്റാകും. ലോകത്തൊരു സയൻസിൻ്റെയും പിൻബലമില്ലാത്ത ശുദ്ധ വിഡ്ഢിത്തമാണ്. നമ്മുടെ പ്രജിൻ്റെ അമ്മ HM ആയിരുന്നയാണല്ലോ. അപ്പോൾ പ്രജിൻ്റെ അമ്മയ്ക്കും അതറിയാം. ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ് ആളുകൾ പ്രചരിപ്പിക്കുന്നത്. മാത്രമല്ല, ഇത് ഈ കഞ്ചാവൊക്കെ വിതരണം ചെയ്യുന്ന, വിൽപ്പനയ്ക്ക് വെക്കുന്ന ആളുകളാണോ പ്രചരിപ്പിക്കുന്നത് പോലും സംശയമുണ്ട്. അതാണ് ഈ കുട്ടികളെ പെട്ടെന്ന് പിടിക്കാൻ പരീക്ഷയുടെ കാര്യം പറഞ്ഞാൽ പറ്റുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലെങ്കിലും കുട്ടികളോട് പറയണം, ഈ പരീക്ഷയ്ക്ക് ഒരുപാട് മാർക്ക്, 100 മാർക്ക് വാങ്ങിച്ചിട്ടൊന്നും ഈ കാലത്ത് ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ അറിയേണ്ട കാര്യം, കേരളത്തിലെ സർക്കാരല്ല ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്നത്, സ്വകാര്യ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ ജോലി കൊടുക്കാൻ നിങ്ങളുടെ കുട്ടികൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് നിനക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ചോദിക്കുന്ന കാലം പോയി. ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളെല്ലാം പിടിച്ച് ഒരു ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ഇരുത്തും, ഒരു വിഷയം കൊടുക്കും. എല്ലാവരുടെ ചർച്ച ചെയ്യുന്നത് വേറൊരു മുറിയിലിരുന്ന് ക്യാമറ വഴി അവർ കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് അതിൽ സ്മാർട്ടായ 4-5 പേരെ ലൊക്കേറ്റ് ചെയ്യും. ആ 5 പേരുടെ വീണ്ടും ചർച്ച നടത്തും. അങ്ങനെ കൊണ്ടുവന്ന് 2 പേരെ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും അവസാനമാണ് ഇവൻ്റെ മാർക്കൊക്കെ എടുത്ത് നോക്കുന്നത്. മാർക്കല്ല മുഖ്യ ഘടകം. അതുകൊണ്ട് നിങ്ങൾ 100-ൽ 100 മാർക്ക് വാങ്ങണം എന്ന് കരുതി കുട്ടികളുടെ തലച്ചോറ് രാഗി കൂർപ്പിച്ച് കളയാമെന്ന് വിചാരിച്ച് കാരിരുമ്പുമായിട്ട് ഇറങ്ങണ്ട. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ, പരീക്ഷയ്ക്ക് പോകുമ്പോൾ, ഈ വേലിക്കൽ നിന്ന് ഒരു പരിചയമില്ലാത്ത ഒരു വൃത്തികെട്ടവൻ പറയുകയാണ്, കുഞ്ഞെ ഈ മിഠായി കഴിച്ചാൽ നിനക്ക് പരീക്ഷയ്ക്ക് 100 മാർക്ക് കിട്ടാൻ പോവുക എന്ന് പറഞ്ഞ് കുട്ടിയെ പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അമ്മമാർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ. ഞാൻ പറഞ്ഞ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഈ കാര്യത്തിൽ. കാരണം അമ്മമാരുടെ സങ്കടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടികൾ വഴിക്കണ്ണുമായി സ്കൂളിൽ പോയി തിരിച്ചു വരുന്നവരെ കാത്തിരിക്കുമ്പോൾ, കുട്ടികൾ MDMA കൊടുക്കുന്ന ലഹരി സംഘത്തിൻ്റെ പിന്നാലെ പോയി എന്നറിയുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാകുന്ന വേദന. അതിനെല്ലാം ഉപരി, പെറ്റ കുഞ്ഞിന് ശവം മടിയിൽ വെച്ച് കരയുന്ന പെറ്റമ്മ തൻ കണ്ണുനീരാണ് ഞാൻ എന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരിടത്ത് എഴുതിയിട്ടില്ലേ. കാരണം ഒരു അമ്മ ഒരു മരിച്ചുപോയ കുഞ്ഞിൻ്റെ ശവമെടുത്ത് മടിയിൽ വെച്ച് കരയുക എന്ന് പറഞ്ഞാൽ അതിനോളമുള്ള ഒരു കണ്ണീര് വേറെ ഇല്ലെന്നുള്ളതാണ്. ആ കണ്ണീര് ഇപ്പം തന്നെ ഭൂമിയിൽ വീണ് കഴിഞ്ഞു. ഞങ്ങൾ ഈ യാത്രയ്ക്ക് ഒരുങ്ങാൻ തീരുമാനിച്ച കാര്യം, കേരളത്തിൽ കൊലപാതകങ്ങളുടെ എണ്ണം കൂടുന്നു. 2 മാസങ്ങൾക്കുള്ളിൽ 70 കൊലപാതകങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ 30 കൊലപാതകങ്ങളും MDMA കഴിച്ച ആൾക്കാരാണ് ചെയ്തത്.
അത് ചെറിയ രീതിയിലല്ല, സ്വന്തം അമ്മയുടെ പള്ളയ്ക്ക് കത്തി കയറ്റുക എന്നുള്ളതാണ്. ഒരു ധൈര്യമായി നിങ്ങൾ വിശ്വസിച്ചോളൂ, MDMA എന്ന് പറയുന്ന ലഹരി പദാർത്ഥം നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരാൾക്ക് രണ്ട് കാര്യം സംഭവിക്കും. 7 കൊല്ലത്തിനൊക്കെ ചത്തുപോകും. രണ്ടാമത്തെ കാര്യം, തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുന്ന അമ്മയോ അച്ഛനോ അവൻ്റെ ശത്രുവാണ്. ഏതെങ്കിലും രാത്രി നേരം നട്ടപ്പാതിരായ്ക്ക് അവൻ്റെ തലച്ചോറിലൊരു മിന്നൽ പിണർ പാഞ്ഞു പോയാൽ അവൻ കൊലക്കത്തി കയ്യിലെടുത്ത് വാതിൽ ചവിട്ടി പൊളിച്ച് ചിലപ്പോൾ അമ്മയും അച്ഛനെ കുത്തിക്കൊന്നെന്ന് വരും. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കുട്ടികളാരും അഡിക്റ്റ് അല്ല എന്ന് ആത്മവിശ്വാസത്തിൽ നമ്മൾ ജീവിക്കേണ്ട. കാരണം നമ്മൾ പുറത്തിറങ്ങുന്ന ആൾക്കാരാണ്, തിയേറ്ററിൽ പോകുന്നവരാണ്, ബസ്സിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരുവനായിരിക്കും MDMA നിത്യരോഗി, അവൻ കൊലക്കത്തി കയറ്റും. മാത്രമല്ല, നമ്മുടെ വീട്ടിൻ്റെ അയലത്തൊരുവനുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ നട്ടപ്പാതിരായ്ക്ക് നമ്മുടെ വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് കയറി വരാം. അപ്പോൾ ഇത് നമ്മുടെ സമാധാനം കെടുത്തുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ കുട്ടികൾ അറിയേണ്ട ഒരു കാര്യം, ഇത് കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ വളരെ വൈകാതെ നമ്മുടെ പല്ലുകളെല്ലാം ദ്രവിച്ച് തുടങ്ങും. അപ്പോഴേ അവൻ്റെ ആയുസ് അറ്റുപോകും. 7 കൊല്ലമായി അവന് പരമാവധി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ മാത്രവുമല്ല, ചെറിയ കുട്ടികൾക്ക് പോലും ഹൃദയ സംബന്ധമായ പ്രശ്നം, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികൾ തകരുകയും അവർ ഹൃദ്രോഗികളായി മാറുകയും ചെയ്യും. ഈയിടയ്ക്ക് നമ്മൾ രാവിലെ ഒരു ഷോ ചെയ്യുന്ന സമയത്ത്, ഈ പരിപാടി തുടങ്ങിയതിന് ശേഷമാണ്, കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റൽ നിങ്ങൾക്കറിയാം, അവിടെ പ്രശസ്തനായ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോ പറയുകയായിരുന്നു, ചില കുട്ടികളൊക്കെ വന്നു തുടങ്ങി ഹൃദയ സംബന്ധമായ രോഗം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കാർഡിയാക് സർജറിക്ക് ആവശ്യം വരുന്നു. കാരണം എന്താ? ഇതുപോലുള്ള സാധനം കഴിച്ച്. നിങ്ങൾക്കറിയാം, താമരശ്ശേരിയിൽ ഒരുത്തൻ, അത് പോലീസിനെ കണ്ട് ഭയന്നോടാൻ ശ്രമിച്ച ഒരുത്തൻ MDMA കവർ വിഴുങ്ങി ആമാശയത്തിൽ കിടന്നത് പൊട്ടി അവൻ മരിച്ചുപോയി. പിന്നീട് 2 ദിവസം കഴിഞ്ഞ് അതേ വാർത്ത വീണ്ടും വന്നു. അവന് കുറച്ചുകൂടെ ആയുസ് വില ഉള്ളതുകൊണ്ട് അവൻ ചത്തില്ല. അപ്പം നമ്മുടെ കുട്ടികൾ, നിങ്ങളതിനെ നിസ്സാരമായി കാണുകയും ചെയ്യരുത്. നമ്മുടെ മുന്നിൽ വളരെ ലാളിച്ച് നമ്മൾ വളർത്തുന്ന കുഞ്ഞുങ്ങളെ ഈ പ്രാപിടിയന്മാർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ കുട്ടികളെ വലയിലാക്കുക. നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ, ഇത്തരം വ്യാപകമായ രാസലഹരി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വിറ്റഴിക്കുന്നത് ലോകത്തുള്ള മാഫിയ ശൃംഖല തന്നെയാണ്. എന്നാൽ ഈ മാഫിയ ശൃംഖലയുടെ ദല്ലാൾപ്പണി ചെയ്യുന്ന ആരാണെന്നറിയാമോ? ഈ ഏജന്റന്മാർ മലയാളികളാണ്. കർണാടക സംസ്ഥാനത്തേക്ക് ഇവിടെ നിന്ന് വണ്ടിയിൽ കയറിപ്പോയി കാടിലും ചുരം വഴിയൊക്കെ തന്നെ ഈ നാട്ടിലേക്ക് ഈ രാസലഹരി കൊണ്ടിറക്കുന്നത് മലയാളികൾ തന്നെയാണ്. തൊട്ടയിലത്ത് ഇങ്ങനെ വിൽപ്പനക്കാരനുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ പോലീസിനെ വിളിച്ചു പറയണം, അവനെ തടഞ്ഞു വയ്ക്കണം. മൗലികമായ ഒരു അവകാശം നിങ്ങൾക്കുണ്ട്. നിയമവിരുദ്ധമായ പ്രവർത്തനത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ ഏർപ്പെടുന്നുവെങ്കിൽ അവനെ പോലീസിന് കാട്ടിക്കൊടുക്കാനും അവനെ തടഞ്ഞു വയ്ക്കുവാനും നമ്മുടെ ജനങ്ങൾക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. ഭരണഘടന നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു അവകാശമാണത്. കയ്യാങ്കളി പാടില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്കൊരാളെ സംശയം വരുന്നുവെങ്കിൽ നിങ്ങളത് ചെയ്യണം. സഹതാപമോ അനുതാപമോ കാണിച്ച് നമ്മുടെ കുരുന്നുകളെ കൊല ചെയ്യാൻ ഇവന്മാരെ അനുവദിച്ചുകൂടാ. ഈ നമ്മൾ പോയ ഒരു സ്ഥലത്ത് തന്നെ ഇത്തരം മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളവിടെ പോയി. നിങ്ങൾക്കറിയുമെന്നറിയില്ല, കേരളത്തിൽ 30,000 രൂപ ചെലവഴിക്കുന്ന ഒരു സംരംഭകന് 30 ലക്ഷം രൂപ വരുമാനമുണ്ടാക്കാൻ ഭാവിയിൽ കഴിയുന്ന ഒരു സാധ്യതയാണ് ഈ രാസലഹരി നൽകുന്നത്. അതുകൊണ്ട് പല ആളുകളും രാസലഹരിയുടെ ഉസ്താദുമാരാ. ഞങ്ങൾ വയനാട്ടിൽ പോയപ്പോൾ ഒരുവൻ പറഞ്ഞു, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാമെങ്കിൽ ഈ സാധനം കൊണ്ടുതരാമെന്ന്. MDMA നമ്മുടെ വയനാട്ടിലെ കാടുകൾ വഴി, ഊടുവഴികൾ വഴി നമ്മുടെ കേരളത്തിലേക്ക് സംഭവങ്ങൾ വരികയാണ്. ഒരു കാര്യം നിങ്ങൾ വിശ്വസിച്ചോളൂ, കോവിഡിന് ശേഷം കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏത് എന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്ന മറുപടി ഈ സംഭവമാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ ഉറവിടങ്ങളൊക്കെ തന്നെ തച്ച് തകർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിടുക്കരായ പോലീസ് ഓഫീസേഴ്സ് പോയി കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോയി ഈ വൃത്തികെട്ടവന്മാരെ അറസ്റ്റ് ചെയ്ത് കേരളത്തിലെ ജയിലുകളിൽ പാർപ്പിച്ചാൽ ചിലപ്പം ഇങ്ങോട്ടുള്ള ഒഴുക്ക് അവസാനിക്കും. എന്നാലും നമ്മുടെ അപശകുനം പോലെ നമ്മുടെ മേൽ പെയ്തിറങ്ങിയ ഈ പ്രശ്നം അവസാനിക്കില്ല. ഏതാണ്? നമ്മുടെ കുട്ടികൾ അഡിക്റ്റായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്നൊന്നും ഈ കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. കാര്യം ഈ അഡിക്ഷൻ യഥാർത്ഥത്തിൽ ഭ്രാന്തിനേക്കാളും അപകടകരമാണ്. ഒരു മനോരോഗം വന്നവൻ അവൻ്റെ കുഴപ്പം കൊണ്ടല്ല അവൻ മനോരോഗം വരുന്നത്. ഒരിക്കലും ഒരു രോഗിയെ നമ്മൾ ഒരു വൈരാഗ്യത്തോടെ കാണാൻ പാടില്ല. അനുതാപം വേണ്ട ആൾ തന്നെയാണ് രോഗി. എന്നാൽ ഇത് നമ്മുടെ ശരീരത്തിലെ ജീൻ ഫാക്ടറാണ് പലപ്പോഴും നമുക്ക് മനോരോഗം ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ തന്നെ ഒരു വേണ്ടാത്ത സാധനം കഴിച്ച് നമ്മൾ മനോരോഗികളായി മാറുകയാണ്. ഒരു മനോരോഗിയുടെ തീവ്രത ഒരു 18% ഒരു MDMA കഴിച്ചവൻ്റെ തീവ്രത 180% അത്ര അപകടകരമായ ഒരു സാധനമാണിത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി ഇത്തരം MDMA കഴിച്ച് പരിചയമുള്ള രോഗിയെ കാണണം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല.
അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വെളിയിലേക്ക് തള്ളി വരുന്ന പോലെ നമുക്ക് തോന്നും. അവൻ്റെ പല്ലുകളൊക്കെ ദ്രവിച്ചു പോയി കാണും. അവൻ്റെ ശരീരം മുഴുവൻ ഒട്ടിമലിഞ്ഞ് ആകൃതി കെട്ട് അവൻ വേറെ ഏതോ ഒരു ഗ്രഹത്തിലെ ജീവിയെപ്പോലെ നമുക്ക് തോന്നും. ഞാൻ ഈയിടെ നമ്മുടെ യാത്രയ്ക്കിടയിൽ അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. വലിയ സങ്കടം തോന്നിപ്പോയി. അപ്പോൾ ഒരുപക്ഷേ ഒരു ദിവസം ഒരു പ്രഭാതത്തിൽ ഒരു മോർണിംഗ് ഷോ ചെയ്യാൻ ചെന്ന് നിൽക്കുമ്പോൾ ഓരോ മിനിറ്റിലും കൊലപാതകങ്ങളുടെ എണ്ണം കൂടി വരുന്ന കാഴ്ച കണ്ട് അമ്പരന്ന് പോയ ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. അന്ന് 2 മണിക്കൂറിനിടയിൽ 14 കൊലപാതകങ്ങൾ ഞാൻ വായിച്ചു. അതിൽ ചില കൊലപാതകങ്ങൾ നടത്തിയത് തീർച്ചയായും ഈ രാസലഹരിയുടെ സ്വാധീനം കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വെഞ്ഞാറമൂടിലൊരു കൂട്ടക്കൊലപാതകം നിങ്ങൾ അറിഞ്ഞില്ലേ? അഫാൻ എന്നൊരു ചെറുപ്പക്കാരൻ എന്തോ കടം കയറി, ഓൺലൈനിലെ എന്തോ ഗെയിമിങ്ങിലൊക്കെ പെട്ട് കടം കയറി എന്ന പേര് പറഞ്ഞ് ഒരേ ചുറ്റിക കൊണ്ട് 6 പേരെ തലക്കടിച്ചു. തിരുനെറ്റിയിൽ അടിച്ച് അതിൽ 5 പേര് മരിച്ചുപോയി. എന്നിട്ട് കുളിച്ച് കുട്ടപ്പനായിട്ട് ഉടുപ്പൊക്കെ എടുത്തിട്ട് പുള്ളി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു, ഞാനിപ്പോൾ 6 പേരെ തട്ടിച്ച് വരിക, സ്കോർ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ SI വിചാരിച്ചവന് വട്ടാന്ന് വിചാരിച്ചു, മൂലക്കോട്ട് ഇരിക്കാൻ പറഞ്ഞു. ഇല്ലല്ല, ഇരിക്കാൻ സമയമില്ല, നമ്മൾ കൊന്നിട്ട് വരികയാണ്, നമ്മൾ ആളെ സ്വീപ്പാവുന്ന പാർട്ടിയാന്ന് പറഞ്ഞു. ഏതാണ്ട് അരമണിക്കൂറോളം ഇവൻ്റെ ഈ ലാത്തി മൊത്തം ഈ CA കേട്ടുകൊണ്ടിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അതൊരു സംശയം തോന്നിയത്. ഇവൻ പറയുന്നത് വെറും ഭ്രാന്തല്ല എന്ന് സംശയം തോന്നിയത്. പിന്നീടാണ് ഒരു പോലീസുകാരൻ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോയതും വാതിൽ തുറന്നു നോക്കിയപ്പോൾ വാതിൽ തന്നെ 2 ഡെഡ് ബോഡി കിടപ്പുണ്ട്. സ്വന്തം അനിയൻ, സ്വന്തം ഉമ്മ, സ്വന്തം കാമുകി എന്ന് വേണ്ട, അതിലൊരു ആൾക്ക് മാത്രം രക്ഷപ്പെടാൻ ഭാഗ്യമുണ്ടായി. അവൻ്റെ ഉമ്മയ്ക്ക്, ഷമി എന്ന് പറഞ്ഞ അവൻ്റെ ഉമ്മ രക്ഷപ്പെട്ടു. അവൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ സോറി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ചുറ്റിക എടുത്ത് നെറ്റിക്ക് അടിച്ചു കൊടുത്തു. അപ്പോൾ ഇവനൊക്കെ ശരിക്കും ഇതേപോലെയുള്ള രാസലഹരി കഴിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഉമ്മയുടെ സ്വന്തം ഉമ്മയുടെ തിരുനെറ്റി നോക്കി ഒരു ചുറ്റിക കൊണ്ട് കരിമ്പാറയുടെ മേളിൽ അടിക്കുന്ന പോലെ അടിക്കാൻ കഴിയുക? രക്തം ചീറ്റി തെറിക്കുമ്പോൾ എങ്ങനെയാണ് അവന് പോൺസ് പൗഡർ കക്ഷത്ത് അടിക്കാൻ പറ്റുക? അവൻ തേച്ചലക്കിയ ഉടുപ്പെടുത്ത് അലക്കി തേച്ച മോന്തയുമായിട്ട് എങ്ങനെയാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ കഴിയുക? എന്നോടൊരു കൊലപാതകി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ 16 കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള 350ഓളം ക്രിമിനൽ കേസുകൾ പ്രതിയായ ഒരു കക്ഷി, എനിക്ക് പരിചയമുള്ള ഒരാൾ. ഞാൻ അയാളൊരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യജീവൻ്റെ മേൽ പിച്ചാത്തി കുത്തി ഇറക്കാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനാണ് ഞാനും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നൊരു വർഗ്ഗമാണ് ഞങ്ങൾ ക്രിമിനലുകൾ. ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LSDയോ കഞ്ചാവോ ചരസോ ഇതൊക്കെ അടിച്ച് ഞങ്ങളെ അല്ലാതാക്കി മാറ്റും. പിന്നെ ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കുത്തണം, കുത്തി ഇങ്ങനെ കൊല്ലണം. അങ്ങനെ കൊല്ലാൻ തീരുമാനിച്ചുകൊണ്ടാണ് എൻ്റെ സ്കോർ 16 നിന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെയുള്ള മയക്കുമരുന്ന് പോലെയുള്ള മാരകമായ പാഷാണങ്ങൾ കഴിച്ചിട്ടാണ് മനുഷ്യ ജീവിതത്തിന് വെല്ലുവിളികൾ ഉയർത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ 90-95 വയസ്സ് വരെയൊക്കെ ഇപ്പോൾ ജീവിക്കാം. ഇപ്പോൾ ആൾക്കാർക്ക് മരിക്കുന്നതൊക്കെ വളരെ പ്രായം കൂടിയിട്ടുണ്ട്. പക്ഷേ ഇത് അകാലത്തിലെ മരിച്ചു പോകും. 7 കൊല്ലമേ ഉള്ളൂ. മാത്രവുമല്ല ഓജസ്സോടെ ആർജവത്തോടെ ഊർജ്ജത്തോടെ വളർന്നു വരുന്ന ഒരു പയ്യൻസ് അകാലത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിതിലൂടെ കാണുന്നത്. അമ്മമാർ ഒന്ന് മാത്രം അറിയണം, ഞങ്ങൾ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോയ അമ്മമാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം ഡോക്ടർ വന്ദനദാസിൻ്റെ കാര്യം. ഇതുപോലെ മയക്കുമരുന്ന് കഴിച്ച ഒരുത്തൻ ലഹരി പദാർത്ഥങ്ങൾ കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന, പോലീസുകാർ പറയുന്ന അതൊന്നും ഇല്ലെന്ന് പറയുന്നു. എന്തായാലും ഒരുവൻ കൊട്ടാരക്കര താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ വെച്ച് വെളുപ്പിന് നേരം വെളുത്ത് പരപരാ വെളുക്കുന്ന നേരത്ത് ഒരു ആയുധം കൊണ്ട് ആ കുട്ടിയെ ഒരു ചെറിയ പിച്ചാത്തി കൊണ്ട് കുത്തി 10-30 കുത്തിയാണ് കൊന്നത്. ആ കുട്ടിയൊക്കെ കേരളത്തിലെ മനസാക്ഷിയോട് ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ തന്നെ ചോദിച്ചു, എൻ്റെ മകളെ നേരം വെളുത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ കുത്തി ഒരുത്തൻ കൊല ചെയ്യുമ്പോൾ അവിടെ കൂടുന്ന 10-30 പേരുണ്ടായിരുന്നല്ലോ, അതിൽ ഒരുവൻ പോലും ഒരു കസേരയെടുത്ത് ഇവൻ്റെ തലയ്ക്കൊരു അടി കൊടുത്തില്ലല്ലോ എന്ന പിതാവ് വേദനയോട് കേരളീയ സമൂഹത്തോട് ചോദിച്ചു. ആർക്കും മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? കാര്യം സന്ദീപ് എന്ന് പറയുന്ന ഈ കൊലപാതകി ഡോക്ടർ വന്ദന ഏക മകളാണ്. നിങ്ങൾ അവരുടെ വീട്ടിലെങ്ങാനും പോയാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ വീട് മറക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ വീട്ടിൽ പോയതാണ്. ആ വീട്ടിൽ പോകുമ്പോൾ ആ വീട്ടിലെ ആ മകൾ ഇപ്പോഴും മരിച്ചിട്ടില്ല എന്ന വിശ്വാസത്തിൽ അവരങ്ങനെ അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുക. അവിടെ ആ മകൾ അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളോ അവൾ അശയിലിട്ട വസ്ത്രങ്ങളോ ഒന്നും അവർ മാറ്റിയിട്ടില്ല. മകളുടെ കാര്യങ്ങൾ പറഞ്ഞ് അമ്മ ഓടി നടക്കുകയാണ്, മകൾ അവിടെ ഉണ്ട് എന്ന വിശ്വാസത്തിൽ. അവരുടെ ജീവിതമേ പോയില്ലേ, തകർന്ന് തരിപ്പണമായില്ലേ. ഇനി എന്താണ് അവർക്ക് ബാക്കിയുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതേപോലുള്ള സ്ഥിതി, സാമൂഹിക സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ കഴിയും. നിങ്ങളുടെ നാട്ടിൽ ഈ പയ്യന്നൂർ എന്ന് പറയുന്ന മനോഹരമായ ഈ പ്രദേശത്ത് ഇത്തരം രാസലഹരി വിൽപ്പനക്കാരനുണ്ടെങ്കിൽ അവന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഒരു പരിഗണനയും പാടില്ല. കാരണം അവർക്ക് ചെയ്യാൻ കഴിയുന്ന 100 കണക്കിന് ജോലി ഈ നാട്ടിലുണ്ട്.
നമ്മുടെ നാട്ടിൽ ജോലിക്കൊന്നും ഒരു കുറവില്ല, നമുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ ജോലി ഇല്ലെങ്കിൽ എങ്ങനെയാണ് കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 70 ലക്ഷം ആളുകൾ വരിക? അവരുടെ ഗൾഫാണ് ഇപ്പോൾ കേരളം. നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിൽ നിന്ന് അവർ അവരുടെ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൻ്റെ കണക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അങ്ങനൊരു സാഹചര്യമുള്ള സംസ്ഥാനമാണ് കേരളം. ജോലിയുണ്ട്, ചെയ്യാനുള്ള മനസ്സ് വേണം. ഞാൻ ഡിഗ്രി പാസ്സായിപ്പോയി, അതുകൊണ്ട് എനിക്കിനി ഇങ്ങനെ റോഡ് പണിയൊന്നും ശരിയാകത്തില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ പണിയില്ലാത്ത സ്ഥലമായി കേരളം മാറും. അപ്പോൾ ഈ നല്ല തടിയും തണ്ടും തൻ്റെ ഇടവും മിടുക്കമുള്ള ഒരുവൻ രാസലഹരി വിറ്റഴിക്കുന്നതാണ് അവന് ജീവിക്കാൻ ഏറ്റവും സുഖകരമെന്ന് തോന്നിയാൽ അവന് സുഖം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ജയിലിലിട്ട്, പൂജപ്പുരയിലോ വിയ്യൂരിലെ സെൻട്രൽ ജയിലിലിട്ട് അവനെ പഠിപ്പിക്കണം. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുത്തിട്ടല്ല നിൻ്റെ ജീവിതം കരുപിടിപ്പിക്കേണ്ടത്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നമ്മുടെ കുട്ടികളുടെ കൊലപാതകമാണ് അവന് ആയുധമെങ്കിൽ അവനെ നമ്മൾ അടുത്ത നിമിഷം പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഇതിലൊക്കെ നിങ്ങൾ ഒരു രീതിയിലുള്ള പരിഗണനയും കാണിക്കരുത്. പിന്നീട് ഒരു കാര്യമുണ്ട്, പോലീസുകാരോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു പോയാൽ നമ്മുടെ കഴുത്തെ തല കാണത്തില്ല. ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞു കഴുത്തെ തല കാണത്തില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് തപ്പി നോക്കും, തലയുണ്ടല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചിലപ്പം അകാലത്തിൽ എത്രയോ പേര് മരിച്ചു പോകുന്നു, വാഹനാപകടത്തിൽപ്പെട്ട് എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു പോകുന്നു. ഒരു ധൈര്യശാലി നാടിൻ്റെ നല്ല കാര്യത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ജീവിതം ഹോമിച്ചിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 2 നൂറ്റാണ്ടോളം ക്ലാർക്ക് പരിപാടിയുമായി ഇന്ത്യയിൽ ഇറങ്ങിയ വെള്ളക്കാരോട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ സൂര്യൻ അസ്തമിപ്പിച്ച് ചരിത്രം എഴുതിയവരാണ് ഇന്ത്യക്കാർ. അന്ന് കേരളത്തിൽ നിന്ന് എത്രയോ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭകരുടെ ജീവിതം ഹോമിച്ചാണ് ഈ നാടിന് ഇത്രയും വലിയ സ്വാതന്ത്ര്യം നേടിത്തന്നത്. അപ്പോൾ അവരൊക്കെ വലിയ ത്യാഗമല്ലേ ചെയ്തത്? അപ്പം നമ്മുടെ ഈ ജീവിത യാത്രയ്ക്കിടയിൽ നമുക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു പോയാൽ അത് നമ്മുടെ തലയിലെഴുത്തായിട്ടും കണ്ടാൽ മതി. നമ്മൾ ഇതൊക്കെ ആലോചിച്ച് നമ്മുടെ മണ്ടക്കാരെങ്കിലും ചുറ്റി കൊണ്ട് അടിച്ച് നമ്മളെ നശിപ്പിച്ച് കളയും എന്ന് ആലോചിച്ചാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഞാനും പ്രജിനും ആഷ്മിയൊക്കെ എത്രയോ വാർത്തകളാണ് ഒരു ദിവസം പ്രക്ഷേപിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഈ നാട്ടിലെ ഏറ്റവും വലിയ നെറിയട്ടവന്മാരെ കുറിച്ചാണ്. ഇവൻ്റെ കയ്യിലൊക്കെ വലിയ ആയുധവും കോടാലിയൊക്കെ ഉണ്ട്. ഇതെടുത്ത് ഞങ്ങളെ വെട്ടിയാൽ ഞങ്ങളുടെ കഥ എപ്പോഴേ കഴിയും. പക്ഷേ അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. നമ്മൾക്ക് ചെയ്യേണ്ട ഒരു സാമൂഹിക ധർമ്മമുണ്ട്. 24 വിശ്വസിക്കുന്നത് ഈ കാലത്ത് ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക ധർമ്മം ഇത്തരം മയക്കുമരുന്ന് വ്യാപാരികൾക്കെതിരെയും മയക്കുമരുന്ന് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നവരെയും ഒരു സന്ധിയില്ലാത്ത പോരാട്ടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അറിയുന്നത് പോലെ ഈ പോരാട്ടം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കില്ല. ഈ പോരാട്ടം നമ്മൾ തുടരുക തന്നെ ചെയ്യും. നമ്മുടെ ആഗ്രഹം കേരളത്തിലെ അവസാനത്തെ MDMA-കാരനും ആയുധം വെച്ച് കീഴടങ്ങണം. ഏറ്റവും അവസാനത്തെ ഒരു രാസലഹരി വിൽപ്പനക്കാരനും കേരളം വിട്ടുപോകണം. അതല്ലെങ്കിൽ അവനെ കേരളത്തിലെ ജയിലുകളിൽ തുറുങ്കിലടക്കണം. നമ്മളതിൻ്റെ വരുമാനം കൊടുക്കാം. എത്രയോ കൊലപാതകികൾ നമ്മുടെ ജയിലുകളിൽ കിടന്നാൽ അത്യാവശ്യം പുട്ടടിച്ച് കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അവന്മാരൂടെ കിടക്കട്ടെ. കേരളത്തിൽ കുറച്ച് ആൾക്കാരാണ് വിൽപ്പന നടത്തുന്നതെങ്കിലും നിങ്ങൾ അറിയേണ്ട കാര്യം, ഇതിൻ്റെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ ഈ പഞ്ചസാരയുടെ തരി പോലിരിക്കുന്ന ഒരു പദാർത്ഥമാണ് MDMA എന്ന് പറയുന്നത്. അതൊരു നഖത്തിൻ്റെ അടിയിൽ അമർത്തിക്കൊണ്ട് വേണമെങ്കിൽ കടത്തിക്കൊണ്ട് വരാം. ഒരാൾക്ക് അടിച്ച് പൂക്കുറ്റിയാവാൻ അത്രയും സാധനം മതി. അപ്പോൾ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ കടത്തിക്കൊണ്ട് വന്ന് നമ്മുടെ വീട്ടമ്മമാരുടെ ഉറക്കം കെടുത്തുകയാണ്. പയ്യന്നൂരിലെ ജനങ്ങളോട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഈ അധ്യാപകർ എന്ന് പറയുന്ന വർഗത്തെ വേറെ രീതിയിൽ കാണാൻ ശ്രമിച്ച കുറേ കാലത്തിന് ശേഷം നമ്മുടെ ചരിത്രം രണ്ടായി വെട്ടിപ്പിളർന്നു. കോവിഡ് എന്ന് പറഞ്ഞാൽ കോവിഡിന് മുമ്പും കോവിഡിന് പിമ്പും. അപ്പോൾ ഈ കോവിഡിന് പിമ്പാണ് ഈ സംഭവമെല്ലാം വന്നിരിക്കുന്നത്. അധ്യാപകരിപ്പം മിക്കവാറും ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. പൊല്ലാപ്പാണ്, പുലിവാലാണ്. ഏതെങ്കിലും ഒരു കുട്ടിയെ വഴക്ക് പറഞ്ഞാൽ ആ കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ കുട്ടിയുടെ പിതാവ് അത്യാവശ്യം നാട്ടിലൊക്കെ അറിയപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾ വരും, പരാതിയുമായിട്ട് വരും. അയാൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റും, പ്രോസിക്യൂഷൻ എടുപ്പിക്കും. ഈ അധ്യാപകൻ മേലിൽ ഒരു കുട്ടിയുടെ നേരെയും ശാസനാരൂപത്തിൽ നോക്കുകയോ അവൻ്റെ ചെവിയിൽ പിടിക്കുകയോ അവൻ്റെ ഊരയിലൊന്ന് നുള്ളുകയോ ചെയ്താൽ കഴിഞ്ഞു കഥ. നമ്മൾ ചെയ്ത ഏറ്റവും വലിയ അപരാധമാണ്. അധ്യാപകരെന്ന് ചോറിൽ താഴെയിട്ടോ, അധ്യാപകരെന്ന് കുട്ടികളുള്ള സാമൂഹിക ബാധ്യത എന്ന് വേണ്ടെന്ന് വെച്ചോ, അന്ന് തുടങ്ങി ഈ നാടിൻ്റെ അപജയം. ഏറ്റവും അവസാനം കേരള ഹൈക്കോടതി പറഞ്ഞ് നിങ്ങൾ ഓർമ്മിക്കുക, അധ്യാപകർ ചൂരൽ കയ്യിലെടുക്കാനാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല കേരളത്തിലെ പോലീസ് സംവിധാനത്തോട് കോടതി പറഞ്ഞു, നിങ്ങൾ അധ്യാപകരുടെ മേൽ കേസിടരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അധ്യാപകരെ പ്രതിയാക്കാൻ പാടുള്ളൂ. അതും അന്വേഷിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഒരു കോടതിക്കും പറയാൻ പറ്റില്ല അധ്യാപകർ ചൂലെടുത്ത നാളെ അടി തുടങ്ങിക്കോളാൻ. അതുകൊണ്ട് കോടതി പറയാമെന്ന അധികാരം ഉപയോഗിച്ച് പരമാവധി പറഞ്ഞു. ഇനി അധ്യാപകൻ്റെ ഊഴം. അധ്യാപകൻ ഈ സാമൂഹ്യ ധർമ്മത്തിൽ നിന്ന് ഒഴിയരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനും കുറച്ചു കാലം മാഷായിരുന്ന ഒരാളാണ്. കാരണം അധ്യാപകൻ്റെ ജോലി ഒരു ജോലിയല്ലത്, അതൊരു സേവനമാണ്. അധ്യാപകന് കിട്ടുന്ന ആദരവ് നാട്ടിലെ ഒരു പണിക്കും കിട്ടത്തില്ല.
എനിക്കതറിയാം വ്യക്തിപരമായി. അതുകൊണ്ട് തന്നെ സ്കൂളിൽ വരുന്ന കുട്ടികളെ അടുത്ത കുറേ കാലത്തേക്ക് ക്ലോസായി നിരീക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കണം. സ്കൂളിൽ പോയി വരുന്ന കുട്ടികളുടെ ബാഗുകൾ പരിശോധിക്കാൻ അമ്മമാരും മാതാപിതാക്കളും തയ്യാറാകണം. കുട്ടികൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം കുറച്ച് കൊടുത്താൽ മതി. നമ്മൾ ഇഷ്ടംപോലെ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് വലിയൊരു ശാസ്ത്ര സാധ്യതയാണത്. ഇൻ്റർനെറ്റ് നമ്മുടെ ടേബിളിലേക്ക് തുറന്നു വിടുന്ന മാലിന്യങ്ങൾ മുഴുവനും അടിച്ചു കയറ്റി ജീവിതം തകർക്കുകയാണ് നമ്മുടെ കുട്ടികൾ. അമേരിക്കയിൽ നടന്ന ഒരു പഠനത്തിൽ 300 കുട്ടികൾ 18-നും 30-നും മധ്യ പ്രായമുള്ള 300 പേര് നടത്തിയ പഠനമനുസരിച്ച് ടെക്നോളജി, അതായത് കമ്പ്യൂട്ടറുമായി സന്ധി ചേർന്ന് കഴിഞ്ഞു പോകുന്ന മൊബൈൽ ഫോൺ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിഞ്ഞു പോകുന്ന കുട്ടികൾ 18 മണിക്കൂർ ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരു നേരം പോലും വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. കാര്യം വീട്ടുകാരൊക്കെ അന്യമായി തുടങ്ങി. വീട്ടിൽ സ്നേഹമെന്നൊരു സാധനമില്ല. കവികളൊക്കെ പറയും സ്നേഹമാണ് അഖിലസാരം ഉഴിയിൽ എന്നൊക്കെ പറയും. സ്നേഹിക്കെ ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. കവികളൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കവികളുടെ കുഴപ്പമല്ല. അപ്പം നമ്മൾ വീട്ടിൽ സ്നേഹമില്ലാതായി. കുട്ടി മൊബൈൽ ഫോണിൽ. ഏറ്റവും വലിയ അപകടം നിങ്ങളൊക്കെ ചെയ്യുന്നതാണ്. തൊട്ടടുത്ത മുറിയിക്കുന്ന മകൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കും, മോളെ കഞ്ഞി കുടിക്കാൻ വാ. ഈ വാട്സപ്പ് കണ്ടുപിടിച്ചോ ബോധം കെട്ട് തറ വീഴും. അവൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഈ മെസ്സേജൊക്കെ ഇങ്ങനെ അയക്കുമെന്ന്. അല്ലെങ്കിൽ മോളെ ഇന്ന് അയലക്കറിയുണ്ട്, മോള് വാ. നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. നമ്മുടെ വളർത്തുദോഷം എന്ന് പറയും. ആജീവനാന്തം നിങ്ങളുടെ പേരിൽ വളർത്തുദോഷം ആരോപിക്കും. നമ്മുടെ കുട്ടികൾ യഥാർത്ഥത്തിൽ എൻ്റെ നാട്ടിലെ, എൻ്റെ കൊട്ടാരക്കര താലൂക്കിലെ ഒരു ഉൾനാട്ടിലാണ് എൻ്റെ നാടെന്ന് പറയുന്നത്. അവിടെ എൻ്റെ അയലത്ത് ഒരു പിതാവുണ്ടായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പിതാവാണ്. നമ്മുടെ വാഴ്വ്യമായതിൽ സത്യൻ്റെ കൂട്ടം അവളുടെ വരവ്. ഒരു ആധാരം എഴുത്തുകാരനാണ്, രാഘവമുള്ള ചേട്ടൻ. ചേട്ടൻ വന്ന് ഇങ്ങോട്ട് വരും. ചേട്ടൻ ഇതിൽ അടിച്ച് പൂക്കുറ്റിയായിട്ടാണ് വരുന്നത്. പിന്നെ ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ 4 പേരെ അറിയിച്ചേ വീട്ടിൽ കയറും. അല്ലാതെ പൈസ കൊടുത്ത് വെള്ളം അടിച്ചിട്ട് മൗനിയായിട്ട് വീട്ടിൽ കയറുന്ന പരിപാടിയൊന്നും രാഘവമുള്ള ചേട്ടനില്ല. അപ്പോൾ രാഘവമുള്ള ചേട്ടൻ ഒരു കയറി വന്നപ്പോൾ വീടിൻ്റെ തിണ്ണയിലിരുന്ന് അങ്ങേരുടെ 2 പിള്ളേർ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാ മോങ്ങുന്നതെന്ന് ചോദിച്ചു. അത് ചോദിക്കുന്നതിന് എന്തിനാ മോങ്ങുന്നേ എന്ന് ചോദിച്ചു. അത് വളരെ അപ്പോൾ പിള്ളേർ മോങ്ങൽ കൂട്ടി. തന്തയുള്ള പേടിയുണ്ട്. ഉടനെ ഈ വള്ളി നിൽക്കറ. അപ്പോൾ 2ൻ്റെയും വള്ളി നിൽക്കറി പിടിച്ച് എടുത്ത് കപ്പക്കമ്പിലോട്ട് ഇടയിലോട്ടം കളഞ്ഞു. 2 എടുത്ത് കളഞ്ഞിട്ട് പുള്ളിക്കറിയൊക്കെ പോയി. എന്തിനാടാ കാലമാടാ വെള്ളം അടിച്ചിട്ട് എൻ്റെ പിള്ളേരെ കൊല്ലുന്നതെന്ന് പറഞ്ഞിട്ട് പെണ്ണുമ്പിള്ളയും പിടിച്ച് കപ്പക്കമ്പിലോട്ട് തള്ളു. 2-3 കൂടെ കപ്പക്കമ്പിൻ്റെ ഇടക്കിടന്ന് കരയുന്നു. ആ പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ എന്ത് നല്ല നിലയിലാണെന്നറിയോ. കാര്യം നമ്മളൊക്കെ എങ്ങനെ മക്കളെ മോനെ നിന്നെ കണ്ടിട്ട് നരസിംഹറാവുവിൻ്റെ കൂട്ടിരിക്കുന്നല്ലോ. അയ്യോ മൻമോഹൻ സിംഗിൻ്റെ അതേ കണ്ണ. നമ്മൾ പാളെ കിടക്കുമ്പോൾ മുതൽ അങ്ങ് പറഞ്ഞു തുടങ്ങാം. ഈ ലോകത്തിൽ നമുക്കാവാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും അടിച്ചവൻ്റെ ചെവി കയറ്റി അവനെ ലെവലാക്കിയിട്ട് നമ്മൾ മാറും അല്ലേ. നമ്മളൊന്നും അതിൽ നിന്ന് ഒരു കുറവും വരുത്തിയിട്ടില്ല നമ്മൾ. അങ്ങനെ നമ്മൾ ചെയ്ത ആളുകളാണ്. അപ്പോൾ നമ്മൾ ഇനി കുട്ടികൾ കുറച്ചു കാലം ഇത്തിരി അസ്വാതന്ത്ര്യം അനുഭവിച്ചോട്ടെ കുട്ടികൾ. അതേസമയം ഞാൻ ഒരു മുന്നറിയിപ്പോട് തരുന്നു. നാളെ നിങ്ങൾ പറയരുത് ആ ടെലിവിഷനിൽ വർക്ക് ചെയ്യുന്ന ആ കണാപ്പൻ വന്ന് പറഞ്ഞേച്ചു പോയത് കാരണം ഞങ്ങൾ പിള്ളേരോട് സ്ട്രോങ് ആയി പിള്ളേർ വീട് വിട്ടുപോയി. അങ്ങനെ വരരുത്. വളരെ ഡിപ്ലോമാറ്റിക് കാരണം നമ്മുടെ കുട്ടികൾ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടോ? കുട്ടികൾ വളരെ സെൻസിറ്റീവായ ഒരു ജനറേഷനാണിപ്പോൾ. തൊട്ടാവാടികളാണ്. ചെറിയ കാര്യം മതി. ഞാൻ ഈയിടയ്ക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു പെങ്കൊച്ച് ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി കണ്ടുമുട്ടി ഒരു ചെറുപ്പക്കാരനെ അന്വേഷിച്ച് ഈ മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെങ്ങാണ്ട് പോയി. അപ്പോൾ MA കാരനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. മാസ്റ്റർ ഓഫ് ആർട്സ് എന്തോത്തിൻ്റെ മാസ്റ്റർ, അവൻ തട്ടിപ്പിൻ്റെ മാസ്റ്റർ അവൻ. ഈ കൊച്ചു ഡിഗ്രിക്ക് പഠിക്കുക. അപ്പോൾ ആ കൊച്ചു വിചാരിച്ചു എനിക്ക് MA കാരനെ കിട്ടിയല്ലോ. വീട്ടുകാരോടും പറയാതെ നേരെ അങ്ങ് മട്ടന്നൂരി എന്നിറങ്ങി. മട്ടന്നൂരി എന്നിറങ്ങിയ പറഞ്ഞവൻ SLCക്ക് 3 തവണ തോറ്റവനാണ്. അപ്പോൾ SI ചോദിച്ചു എന്തിനാ മോളെ ഇത് വാട്സപ്പിൽ കണ്ട ഉടനെ? അല്ല ഞാൻ വാട്സപ്പിനെ വിശ്വസിച്ച് പോയി. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ അപകടം അതാ. നിങ്ങളോട് നേരിട്ടൊരു കാര്യം ആരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല എന്ന് നമ്മൾ ഉടനെ പറയും. അവിശ്വാസം നമ്മൾ രേഖപ്പെടുത്തും. അതേസമയം നമ്മൾ വാട്സപ്പിലൊരു കാര്യം പറയാണ് ഞാൻ PhD ബിരുദധാരിയാണ്. ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉടനെ നമ്മൾ വിശ്വസിച്ചു. നമുക്ക് ഒരു തർക്കവും ഇല്ല. വാട്സപ്പ് വഴി വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഈയിടെ കൊച്ചിയിലെ ഒരു കാർഡിയോളജിസ്റ്റിനോട് അങ്ങനെ ഒരു വിഷമം പറഞ്ഞു. അങ്ങനെയുടെ ഒരു രോഗി ചത്തുപോയി. സാധാരണ സംഭവം. അപ്പോൾ അങ്ങനെയോട് ഞാൻ ചോദിച്ചു എന്താ മരണത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അയാൾ മരുന്ന് കഴിക്കുന്നത് നിർത്തി. ഞാൻ ഇങ്ങനെ അയാളോട് വാട്സപ്പിൽ ഏതോ ഒരുത്തം പറഞ്ഞു ഇങ്ങനെയുള്ള രോഗത്തിനൊന്നും ഈ മരുന്ന് കഴിച്ചുകൂടാ. ഈ മരുന്ന് കഴിച്ച് നിങ്ങളുടെ തലച്ചോറ് പൊളിഞ്ഞു പോകും. അവന് SLC 4 തവണ തോറ്റവനായിരിക്കും. എന്നിട്ട് അങ്ങനെ പറഞ്ഞ് എൻ്റെ MA MD ഉണ്ടെന്ന് MBBS MD ഉണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. ഈ വാട്സപ്പുകാരനെ വിശ്വസിച്ചു. എന്നെ 8 കൊല്ലമായിട്ട് അറിയാവുന്ന രോഗിയായിരുന്നു. അയാൾ മരുന്ന് നിർത്തി. അവസാനം അയാളുടെ കാലൻ വന്നു പോത്തിൻ്റെ പുറത്ത് കൂട്ടിക്കൊണ്ടുപോയി. കാഞ്ഞുപോയി. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാരൻ പിന്നെയും വിജയിക്കുന്നു. നിങ്ങൾ ധൈര്യമായി വിശ്വസിച്ചോളൂ. ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ മൂക്കിടിച്ച് വീഴരുത്. അതിനകത്ത് ശുദ്ധ കള്ളന്മാരുണ്ട്. കാര്യം വീട്ടിൽ ഇരിക്കുമ്പോൾ വിരൽ കുത്തി പോകാനുള്ള കാര്യമേ ഉള്ളൂ. എല്ലാവർക്കും പ്രക്ഷേപിക്കാൻ പറ്റുന്ന ഒരു കാലമാണിത്. അപ്പോൾ അത് കുട്ടികൾ ചിലപ്പോൾ ഇത് പറയുന്നതൊക്കെ വിശ്വസിക്കും. അപ്പം നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ കുട്ടികൾ ശരാശരി തലയല്ല, ഒരു 1.5 തലയാണ് ഈ കുട്ടികൾ. അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും.
മാത്രമല്ല ഇവർക്കിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുകയാണ് മക്കളെ സ്കൂളിലേക്ക് പോകുമ്പം അപരിചിതർ തരുന്ന മിഠായികളൊന്നും വാങ്ങിച്ച് കഴിക്കരുത്. ദാറ്റ് മീൻസ് സ്ട്രേഞ്ചർ, ജസ്റ്റ് 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് അവർ ഗൂഗിളിൽ കുത്തി നോക്കും സ്ട്രേഞ്ചർ ആരാണ്, ആരൊക്കെ ആവാം സ്ട്രേഞ്ചർ, അതുപോലെ സ്ട്രേഞ്ചർ അപകടങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ അപകടങ്ങൾ സ്ട്രേഞ്ചർ വരുത്തിയിട്ടുണ്ട്. ഒരു എസ്സേ ഒക്കെ വായിച്ച് നോക്കിയിട്ട് ഞാൻ ശ്രമിക്കാമെന്ന് പറയും. കാര്യം അവർക്ക് സെർച്ച് എഞ്ചിനാണ്, ഗൂഗിളിൻ്റെ എഞ്ചിനാണ് അവർക്ക് ഏറ്റവും പ്രധാനം. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ വലിയൊരു വ്യവസായ സ്ഥാപനമാണ് നമ്മൾ തിരിച്ചറിയുക. ഗൂഗിളുമായിട്ട് നമുക്കൊക്കെ ബന്ധമുണ്ട്, അതുകൊണ്ട് നമുക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, ഒരുപാട് വൈകിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. കുറേ ത്യാഗങ്ങൾക്ക് നമ്മൾ തയ്യാറായേ പറ്റൂ. ഞങ്ങളിപ്പോൾ ഇത്രയും നേരം വെയിൽ കൊണ്ടു, ഞങ്ങൾ ഇത് വലിയൊരു ത്യാഗമായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ ചിലത് നമ്മൾ നശിപ്പിച്ചാലേ ചില നേട്ടങ്ങൾ ഈ മണ്ണിൽ ഉണ്ടാകൂ എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങളൊരു വാർത്താ സംഘം, ഒരു 10-60 പേര് ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. ഈ 60 പേര് ഇത്രയും വെയിൽ കൊണ്ടതിൻ്റെ കാര്യം അത് തന്നെയാണ്. നിങ്ങൾ എന്നെയും പ്രജനെയൊക്കെ കാണുന്നുള്ളെങ്കിൽ ഈ കാണാത്ത കുറച്ച് ആൾക്കാരും ചില ബുദ്ധിജീവികളൊക്കെ ഇതിൻ്റെ പിന്നാലെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബുദ്ധിവൈഭവം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന കുറേ ആൾക്കാർ ഈ പയ്യന്നൂരിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നാടിനെന്ത് ചെയ്തു എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. നാട് നിങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചോദിക്കാൻ വരട്ടെ. ഈ നാടാണ് നിങ്ങൾക്കെല്ലാം തന്നത്. ശുദ്ധമായ വെളിച്ചം, വായു, ജീവിക്കാനുള്ള സാഹചര്യം, പറയാനുള്ള സ്വാതന്ത്ര്യം, അവകാശം എല്ലാം ഈ നാട് തന്നതാണ്. നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി. ഇതെല്ലാം നാടിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ഇന്ന് ചോദിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ കുറേ കാലത്ത് ഇനി ഉറങ്ങണ്ട, അല്ലെങ്കിൽ പെർമനൻ്റായിട്ട് നിങ്ങൾക്ക് ഉറങ്ങേണ്ടി വരത്തില്ല. അത്രയും പ്രശ്നം ഈ നാട്ടിലുണ്ട്. നിങ്ങൾ ഉറങ്ങാതെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യണം. ഈ നാട്ടിലെ ചെറുപ്പക്കാർ ആവശ്യമില്ലാതെ നട്ടപ്പാതിരായ്ക്ക് നമ്മുടെ റോഡിലൊക്കെ നട്ടം തിരിയുന്നവരുണ്ടെങ്കിൽ പിടിച്ചു നിർത്തി ചോദിക്കണം, എന്താ നിൻ്റെ കലാപരിപാടി ഇവിടെ എന്നുള്ളത്. നമ്മളതിൽ നമ്മുടെ മൗലികാവകാശങ്ങളെ നിങ്ങൾക്കറിയാം. മൗലികാവകാശങ്ങളെ ധ്വംസിക്കപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരണമെന്നൊക്കെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ മൗലികാവകാശങ്ങളുടെ പേര് പറഞ്ഞ് കുട്ടികളെ ചതിക്കുഴിയിൽ ഏർപ്പെടുത്താൻ ഏതെങ്കിലും നരാധമന്മാർ ചുറ്റിത്തിരിയുന്നെങ്കിൽ നിങ്ങൾ അവരെ പിടിച്ചു നിർത്തി പോലീസിൽ ഏൽപ്പിക്കണം. അതിനകത്തൊന്നും ഒരു അവധാനതയും നിങ്ങൾ പാടില്ല എന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ആൾക്കാർ പരിചിതരല്ലാത്ത കണ്ടാൽ ഇവരെ ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന പ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇന്നതൊക്കെ ചോദിക്കാൻ പറ്റത്തില്ല. കാര്യം ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ പുറത്ത് കുറച്ചുകൂടി നിങ്ങൾ നിരീക്ഷണം വയ്ക്കുക, കരുതലെടുക്കുക, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അധ്യാപകർ അവരുടെ ചുമതലകൾ നിറവേറ്റാൻ ശ്രമിക്കുക. എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ നാട്ടിൽ സ്വൈര ജീവിതം തകർന്നാൽ നമുക്ക് ഈ നാടിനെക്കുറിച്ച് എന്ത് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയും? ഇപ്പം തന്നെ കേരള ദ ഡ്രഗ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പത്രങ്ങളിൽ അടിച്ചു വന്നു തുടങ്ങി, ഇംഗ്ലീഷ് പത്രങ്ങളിൽ. നമ്മുടെ ഒരു ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ കേരളത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ചില കാര്യങ്ങൾ പെട്ടെന്ന് കാണാം. ഞരമ്പ് രോഗികളുടെ നാടാണ് കേരളം. ഏതോ ഒരു മദാമ തിരുവനന്തപുരത്ത് തുടങ്ങാണ്ട് നടന്നപ്പോൾ ഏതോ ഒരുത്തൻ തോണ്ടാരങ്ങാണ്ട് ചെന്നു. അതോടെ ആ മദാമ അവിടെ എഴുതിയിട്ടു ഞരമ്പ് രോഗികളാണ് ഈ നാട്ടിലുള്ളതെന്ന്. ഞാൻ ഒരിക്കൽ ഒരു ബന്ധു ദിവസം നമ്മുടെ നാടിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഒരു 4 ചെറുപ്പക്കാർ ഒരു ജൗളിയൊക്കെ കുറച്ചൊരു മദാമയുടെ പിറകെ കൂടിയിട്ടുണ്ട്. കുറച്ച് ജൗളിയേ ഉള്ളൂ. അവരുടെ നാട്ടിലെ സംസ്കാരം അനുസരിച്ച് ഫുൾ ജൗളി അവർ അപ്രീഷിയേറ്റ് ചെയ്തില്ല. അപ്പോൾ അവർ കുറച്ച് തുണിയൊക്കെ ചുറ്റി നടക്കുമായിരുന്നു. അപ്പോൾ ഇവരെന്തൊക്കെയോ ചീത്ത പറയുന്നുണ്ട്. എല്ലാ ഇംഗ്ലീഷും അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലായി. തന്തൊക്കെ വിളിക്കുന്നവർ ബ്ലഡി ഫക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പോൾ ഏതോ 2 വാക്ക് എനിക്ക് പണ്ട് ആരിൽ നിന്നോ കേട്ട് വരികയുള്ളതുകൊണ്ട് ഞാൻ ഈ മദാമയോട് പറഞ്ഞു, മദാമ്മ മനസ്സിലായില്ലേ, ഇന്ന് ബന്ധാ എനിക്ക് ഭയങ്കര ന്യൂസൻസ് അവന്മാരെ കൊണ്ടെന്ന് പറഞ്ഞു മദാമ്മ. ഞാൻ പറഞ്ഞു മദാമ്മയോട്, മദാമ്മേ ഇവർ അൺഎംപ്ലോയിഡാണ്. ഞങ്ങളുടെ കേരളത്തിൽ 60 ലക്ഷം ആളുകൾക്ക് തൊഴിലില്ല. അപ്പോൾ ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് വേണ്ടി പുറകെ കൂടിയതല്ല, വേറെ ദർ അൺഎംപ്ലോയിഡ്. ഓക്കെ തന്നെ ഓക്കെ. അൺഎംപ്ലോയിഡ് ആണേ മദാമ്മ പറഞ്ഞു, കുഴപ്പമില്ല വന്നോളാൻ പറഞ്ഞു. മദാമ്മ കാര്യം ആ മദാമ്മ അതുകൊണ്ട് മാത്രം ഞാൻ പിന്നീട് സെർച്ച് ചെയ്തപ്പം മദാമ്മയുടെ പേരൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയതാണ്. അവർ കമൻറ്റ് ചെയ്തിട്ടില്ല. മദാമ്മയ്ക്ക് കാര്യം മനസ്സിലായി, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ജനതയെ ആക്ഷേപിക്കാൻ പാടില്ല. കാര്യം ഒരു പണി കണ്ടുപിടിച്ചതാ. എന്നിട്ട് ഞാൻ 4 എണ്ണത്തിന് വിളിച്ചു, എന്തിനാണോ നിൻ്റെയൊക്കെ എന്നിട്ട് ഞാൻ വീട്ടിലിരുന്ന് അങ്ങനെ തുമ്മണ്ടാന്ന് വിചാരിച്ചാൽ ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു. അവനല്ല കായബലമുള്ളമാരാ അടിച്ചു പറ്റിക്കാഞ്ഞത് എൻ്റെ ഭാര്യയുടെ ഭാഗ്യം. അപ്പോൾ ഞാൻ പറയാതെ പോയതും പറയുന്നതും നമ്മുടെ നാട്ടിൽ കുറേ പ്രശ്നങ്ങളിങ്ങനെ ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇവർ പറഞ്ഞു കാണും, പ്രജിൻ സി കണ്ണനും അതുപോലെ നമ്മുടെ ആഷ്മി താജ് ഇബ്രാഹിം കൂടെ പറഞ്ഞു കാണും നിങ്ങൾ കോഴിക്കോട് വരണം എന്നുള്ളത്. കോഴിക്കോട് വരാൻ വിളിക്കുമ്പോൾ എനിക്കറിയാം, അയ്യോ അന്ന് എൻ്റെ ഇളയ മോളെ അയച്ച ആ പെൺകുട്ടിയുടെ അളിയൻ്റെ കല്യാണമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ പറയരുത്. കല്യാണത്തെക്കുറിച്ചെങ്ങാനും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പയ്യന്നൂരിലേക്ക് ഞാൻ ഒരു വരവൂടെ വരും, തിരിച്ചങ്ങ് പോകാൻ വേണ്ടി തന്നെയാണ്. കാര്യം ഇതങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് വലിയൊരു അപകട മുനമ്പിലാണ്. നമ്മൾ പ്രയോറിറ്റി ഫിക്സ് ചെയ്യണം. മുൻഗണന എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് വലിയൊരു സമ്മർദ്ദം തന്നെ കൊടുക്കണം.
ഗവൺമെൻറ് ഇപ്പോൾ സമ്മർദ്ദത്തിൽ തന്നെയാണ്. നമ്മുടെ യാത്ര തുടങ്ങിയതിന് ശേഷം റെയ്ഡുകളുടെ എണ്ണം കൂടി. പല പൊന്നാപരം കോട്ടയും തകർക്കാൻ പോലീസും എക്സൈസും കയറി ചെല്ലുന്നു. പ്രിൻസിപ്പലിൻ്റെ അനുമതിയില്ലാതെ കോളേജ് ഹോസ്റ്റലിലേക്ക് കയറി ചെല്ലുന്നു, റെയ്ഡ് നടത്തുന്നു, കഞ്ചാവ് പിടിക്കുന്നു. അപ്പോൾ കാണുന്നു പിള്ളേരവിടെ കഞ്ചാവ് വലിക്കുന്ന പരിപാടി മാത്രമല്ല, കഞ്ചാവിൻ്റെ വിതരണക്കാർ കൂടിയാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഇതാണെന്ന് എനിക്ക് മനസ്സിലായത്. അതായത് പഠിക്കാൻ വിട്ടവൻ അവിടെ വാട്സപ്പ് വഴി കഞ്ചാവ് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങൾ കണ്ടുപിടിക്കുക. ജോബ് ഓറിയൻറ്റഡ് കോഴ്സ്. എറണാകുളത്ത് കളമശ്ശേരി പോളിടെക്നിക്കിൽ ഉണ്ടായ സംഭവമാണ്, നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചു കൂടും. വലിയൊരു ജനസാഗരമാവും അവിടെ. അറബിക്കടലിനെ സാക്ഷിയാക്കി നമ്മൾ പറയും, കേരളത്തിൽ രാസലഹരി വിറ്റഴിക്കുന്ന എല്ലാവരും കേരളം വിട്ടുപോകണം. അതല്ലെങ്കിൽ കേരളത്തിലെ തുറുങ്കുകൾ അവനായി തുറക്കപ്പെടണം. എല്ലാ നരാധമന്മാരും നമ്മുടെ കുട്ടികളെ, നമ്മുടെ കുരുന്നുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു നരാധമനും കേരളത്തിൻ്റെ മണ്ണിൽ വേര് പിടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് നമ്മൾ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ നമ്മൾ വിളിച്ചു പറയും ഒരേ ശബ്ദത്തിൽ. കോവിഡിനെ നമ്മൾ എങ്ങനെ നേരിട്ടോ, പ്രളയം വന്നപ്പോൾ നമ്മൾ എങ്ങനെ നേരിട്ടോ, അതേ കരുത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് നമ്മളത് പറയും. പണ്ടൊരു മനുഷ്യൻ കാപ്പാട് കടപ്പുറത്ത് കോഴിക്കോട് വന്നു പോയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ആ മനുഷ്യൻ കൂടി നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നിങ്ങളുടെ എല്ലാം കരുത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക. എനിക്കിപ്പോൾ 65 വയസ്സായി. യെസ്, ഐ ആം 65. ഇങ്ങനെ നോട്ടം അങ്ങനെ ആയോ എന്നുള്ളത്. ഇതെല്ലാം പെയിൻ്റാണ്, നിങ്ങൾക്കറിയാം. രാവിലെ പുട്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഈ പ്രജിനൊക്കെ ചെറുപ്പമായതുകൊണ്ട് പുട്ടിയിടുന്നത് കുറയ്ക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പുട്ടി കൂടുതലിടുന്നു. അപ്പോൾ ഇത് 65 വയസ്സായ ഒരാളിന് ഈ നാടിൽ ഈ 5-10 കൊല്ലം കൂടെയൊക്കെ ഒരു ക്വാളിറ്റി ലൈഫ് ഉണ്ടാകൂ. എനിക്ക് വേണമെങ്കിൽ വേദനിക്കാതെ ഞാൻ കടന്നു പോകാം. എൻ്റെ പിള്ളേരൊക്കെ അത്യാവശ്യം ഒരു മോളൊക്കെ കല്യാണം കഴിച്ചു, ഒരു മകൻ കല്യാണം കഴിക്കാനായിട്ട് എന്തിനും തയ്യാറായി നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാം പ്രശ്നമില്ലാത്ത അവസ്ഥയിലാണ്. പക്ഷേ ഞാൻ ഭയക്കുന്നത് എൻ്റെ അയലത്തൊരുവനുണ്ടാകും എൻ്റെ സ്വൈര ജീവിതം കെടുത്താൻ ഈ 10 കൊല്ലം. അത് കരുതിയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അതേസമയം ഞാൻ കാണുന്ന യങ്സ്റ്റേഴ്സൊക്കെ തന്നെ നിങ്ങൾ രംഗത്ത് വരണം. നിങ്ങൾ മോളൊക്കെ തീർച്ചയായിട്ടും വരണം, അതിശക്തമായിട്ട് വരണം, ആഞ്ഞടിക്കണം. നിങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് വന്നാൽ ഒരു 10 ലക്ഷം പേരൊക്കെ അവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, യോൻ്റെ പൊന്നാപരം കോട്ട ഇളകും. എന്ന് മാത്രമല്ല, യവന്മാർ ഈ പണി നിർത്തും, ആയുധം വെച്ച് കീഴടങ്ങും. കാര്യം ഇഷ്ടം പോലെ ജോലി. ഞാൻ വിചാരിക്കുന്ന ഈ ഇങ്ങനെയുള്ള ആളുകൾക്ക് കുറേ ജോലി ഞാൻ വാങ്ങിച്ചു കൊടുത്താലോ എന്ന് ആലോചിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ നാട് രക്ഷപ്പെടട്ടെ. അപ്പം നിങ്ങൾ വരിക, ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് നെഞ്ചിൽ തീക്കൊള്ളി കൊണ്ട് ഈ സമയം എഴുതി സൂക്ഷിക്കുക. ഒരു നിർണായകമായ ദിവസമാണിത്. നമുക്കൊരേ ശക്തിയിൽ, ഒരേ സ്വരത്തിൽ ഈ നാട്ടിലെ വൃത്തികെട്ടവന്മാരുടെ വിളിച്ചു പറയാൻ ചില കാര്യങ്ങൾ ബാക്കിയാകുന്നു. അതിനുവേണ്ടി നിങ്ങൾ ക്ഷണിക്കുന്നു. നമുക്കിനിയും കാണാം. സതീഷ് ബാബു പയ്യന്നൂർ പോലെ കുറേ സുഹൃത്തുക്കൾ എനിക്ക് ഈ നാട്ടിലുണ്ട്. അവരൊക്കെ ഞാൻ മരുന്ന് പ്രമാണിച്ച് പുള്ളി സ്ഥലം വിട്ടെന്നാണ് തോന്നുന്നത്. സതീഷ് ബാബു താൻ എവിടെ? ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. പയ്യന്നൂർ പറ്റി ഞങ്ങളുടെ പ്രജിൻ്റെ മണ്ണാണ്. പിന്നെ അമ്മ ഇവിടെ ഉണ്ട്. അമ്മ HM ഒക്കെ ആയിരുന്ന ആളാണ്. ഇപ്പോഴും അമ്മ HM ആണോ? അമ്മ റിട്ടയർ ചെയ്തു. അത് പ്രജിൻ പറഞ്ഞിട്ടില്ല അമ്മേ. അതാണ്. അപ്പോൾ എന്തായാലും പ്രജിൻ്റെ നാട്ടിൽ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പ്രജിൻ ഞങ്ങളുടെ അസറ്റാണ്. ഞങ്ങളുടെ ചാനലിൽ ശ്രുതി ശുദ്ധമായി പാടാൻ ഒരു ഗായകനേ ഉള്ളൂ. ഞങ്ങളൊക്കെ പാടാറുണ്ട്, പ്രജിൻ ബോധം കെട്ട് വീഴാറുമുണ്ട്. അപ്പോൾ ഹലോ. അപ്പോൾ എന്തായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഇങ്ങനൊരു അവസരം കിട്ടിയതിലും പയ്യന്നൂർ വരാൻ പറ്റിയതിലും വളരെ സന്തോഷം. താങ്ക് യു.